ഞാൻ ഈ മലബാറിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ഈ കേരള കോൺഗ്രസ് എപ്പോഴും ഭയങ്കര കൗതുകമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ എല്ലാവരും അറിയും. കാരണം 1-2 ആളുകളൊക്കെ കേരള കോൺഗ്രസ് ഉണ്ടാവും. അതെല്ലാം കോൺഗ്രസ് ആയിരിക്കും. കേരള കോൺഗ്രസ് ആവണമെങ്കിൽ അതിൽ കുറച്ചും കൂടി കേരള കോൺഗ്രസ് ജോസഫാണ് മത്സരിച്ചത്. എത്ര വോട്ട് കിട്ടിയെന്ന് അറിയാലോ. അപ്പോൾ ഞാനതല്ല നോക്കുന്നത്. ഞാൻ നോക്കി ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ്സിൽ ഒരു പുതിയ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ PJ ജോസഫിൻ്റെ കാലം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അടുത്ത തലമുറ കേരള കോൺഗ്രസ്സിൽ വരേണ്ട സമയമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നിലുള്ളത് ഇപ്പോൾ ഉള്ള 2 നേതാക്കൾ, ഒന്ന് ജോസ് കെ മാണിയും ഒന്ന് റോഷിയുമാണ്. റോഷി അതിലേക്കുള്ള വഴിയിലാണ് എന്നാണ് ഞാൻ ആദ്യം മുതൽ, കാരണം ഈ പാർട്ടി പിളരും എന്നൊരു ഘട്ടം വന്നപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന MLA കൂടെയുള്ളത് LDFൽ തുടരുമെന്നൊരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹം പിളരുമെന്ന് തന്നെ അപ്പോൾ വിചാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റോഷിയുടെ രാഷ്ട്രീയ ഭാവി ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആ പാർട്ടിയിൽ ഇനി ഭാവിയില്ല. കാരണം ഇനി അധികാരത്തിലെത്തുകയാണെങ്കിൽ അവിടെ ജോസ് കെ മാണിക്ക് മന്ത്രിയാവണം, പിന്നെ ജയരാജന് മന്ത്രിയാവണം. 2 ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി റോഷിക്ക് 3ാം ടേം കിട്ടുകയാണെങ്കിൽ, ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും 3ാമത് ഇനി ഒരു അവസരമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനൊരു പുതിയ പ്രസ്ഥാനമായി ഒരു ചെയർമാൻ ആവണം. ചെയർമാൻ ആവുക എന്ന് പറഞ്ഞാൽ പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുക എന്നത് തന്നെയാണ്. മാത്രമല്ല ഈ സീറ്റ് പാലായിൽ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, പാലായിൽ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ളൊരു ഫോട്ടോ എല്ലാവരും ഷെയർ ചെയ്ത സമയത്ത് റോഷി അദ്ദേഹത്തിൻ്റെ പേജിൽ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. അതായത് ജോസ് കെ മാണിയെ ഇങ്ങനെ ചേർത്ത് നിർത്തി മാലയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ പിന്നെ ജോസ് താഴെയും റോഷി വലുതുമാണ്. ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പണ്ട് അടിമാലി തുടങ്ങിയിട്ടുള്ള അടിയാണ്. അടിമാലി വെച്ച് ജോസ് മത്സരിക്കുമെന്ന് റോഷി പറയുന്നിടത്താണല്ലോ ഈ തർക്കം തുടങ്ങുന്നത്. അതിന് 2 ആഴ്ച മുമ്പ് നോക്കൂ, മാധ്യമങ്ങളെല്ലാം 2 പിളരുമോ എന്നുള്ള ചോദ്യമായിരുന്നു വന്നിരുന്നത്. ഇവർ LDF വിടുന്നു, UDFിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നു. എന്നാൽ എന്തേലും സംഭവിച്ചോ? ഒന്നുമേ സംഭവിച്ചില്ല. അത് അവരിറക്കുന്ന ചെയർമാൻ ഇറക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വരികൾ പോലും പ്രശ്നമായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കോട്ടയത്ത് സമ്മേളനം നടത്തിയിട്ട് അവർ പാർട്ടി വളരെ അണ്ടർസ്റ്റുഡ് ആണെന്ന് കരുതി പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കുത്തിത്തിരിപ്പ് കണ്ടതുകൊണ്ടാണ് ചെയർമാൻ വീണ്ടും ഇടപെട്ടിട്ട് അതിലെന്താണെന്നുള്ള കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. പറയുന്ന അഭിപ്രായം ഫുള്ള് കേരള കോൺഗ്രസ് മാണിക്കാർ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല ഇതിന്റെ റിസൾട്ട് വരണമെങ്കിൽ 2026 ഈ പാർട്ടി ഒന്നോടെ LDF വിട്ടുപോകുമോ എന്നുള്ള ആശങ്കയിൽ ഞാൻ പറഞ്ഞ 2026 ജോസോ റോഷിയോ ഇപ്പൊ തോക്കുകയോ ജയിക്കുകയോ എന്നുള്ള കാര്യം ആ റിസൾട്ട് വരണം. അല്ല, ഒരു കാര്യം പറയാം. മാണിക്ക് ഉറപ്പില്ല ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തില്. പക്ഷേ റോഷിക്ക് ഉറപ്പാണ്. അല്ല, അത് ഉറപ്പിന്റെ പ്രശ്നമല്ല. അതിപ്പോ അദ്ദേഹം പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റുമോ ഞാൻ മത്സരിക്കും. എനിക്ക് ഉണ്ണിയോട് യോജിപ്പില്ല അതിനകത്ത്. എന്ന് വെച്ചാല് ഇതൊരു വളരെ ട്രിവിയലായ ഒരു ഇഷ്യൂ ആണ്. അവര് നമ്മളെ സ്നേഹപ്രകടനം കാരണം സ്നേഹപ്രകടനങ്ങളിൽ നിന്നാണ് എത്രയോ പാർട്ടികൾ കേരള കോൺഗ്രസ് നാളെ സംഭവിച്ചു. ഒരു മിനിറ്റ് റോഷിക്ക് ഇനി ഈ പൊസിഷനിൽ നിന്നിട്ട് കേരള കോൺഗ്രസ് സംഭവിക്കാം. കേരള കോൺഗ്രസുകൾ അങ്ങനെയാണ് പിളരുന്നൊക്കെ. ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ ആ പാർട്ടി അങ്ങനെ ഒരു കേഡർ പാർട്ടിയോ ഒന്നുമല്ല. മറ്റേ CPM കോൺഗ്രസ് പോലെ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ പറയാവുള്ളൂ. പറ്റില്ല. ചെയർമാൻ എന്ന നിലയിൽ ചെയർമാന്റെ ഒരു കസേര ഇരുന്ന് അദ്ദേഹത്തിന് അത് ഇരുന്നത് പറയാൻ പറ്റാത്തതുണ്ട്. റോഷി അതൊരു സ്നേഹം സാന്നിധ്യം അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം എടുത്ത് ചെയർമാനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു. ഇപ്പൊ റോഷി പിൻവലിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രസ്താവന ആശയക്കുഴപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ഞാനിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ തുടർന്ന് മലബാറുകാർ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അടിമാലിയിൽ ആ പിക്ചറിൽ ഏറ്റവും രസകരമായ ആ ഫ്രെയിമിൽ ഇവർ 2 പേരും മൈക്കിന് വേണ്ടി അടികൂടുമ്പം ഇപ്പുറത്തിരിക്കുന്ന KK കേരള കോൺഗ്രസിന്റെ ചോര കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രസ്താവനയായിട്ട് മാത്രമേ ഞാൻ കാരണം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല. ഇതൊന്നും വലിയ കാര്യമല്ല. 1964 കേരള കോൺഗ്രസ് രൂപീകരിച്ച് 65 അവര് കേരള രാഷ്ട്രീയത്തിലേക്ക് നടന്നു വരുമ്പോൾ ഒരു മുന്നണിയിലും ഇല്ലാതെ 26 MLA-മാരുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. അന്നത്തെ ചിഹ്നം കുതിര. പിന്നീട് ആ കുതിര മാറി. ജോസഫ് പിരിയുന്ന സമയത്ത് ജോസഫിന് എന്ത് കിട്ടി? ആന കിട്ടി. മാണിക്ക് എന്ത് കിട്ടി? കുതിര
കിട്ടി. കുതിരയും ആനയുമായി പോയ ഇവർക്ക് പിന്നീട് എന്താ സംഭവിച്ചത്? 2 കാരണം അത് 90-ലെ പക്ഷിമൃഗാദികൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ ഇവർക്ക് 2 ജോസഫ് നേരെ എന്ത് ചെയ്തു? സൈക്കിൾ എടുത്തു. അങ്ങനെ പിരിഞ്ഞു പോയ ഇവർക്ക് ഇന്ന് 6 കേരള കോൺഗ്രസുകളുണ്ട് നിലവിൽ അംഗീകാരമുള്ളത്. ഇവർക്ക് എത്ര MLA-മാരുണ്ട്? ഇവർക്ക് 10-ൽ താഴെ. ഇവിടുന്ന് എല്ലാം പിടിച്ചു നോക്കി. KB ഗണേഷ് കുമാർ, അനു ജേക്കബ്, ഇവിടുത്തെ 5, അവിടുത്തെ 2 കൂട്ടി നോക്കൂ, 9 പേര് നിൽക്കുന്നു. ഇവർ 6 പാർട്ടികളിലായിട്ട് 9 പേര് നിൽക്കുന്ന കേരള കോൺഗ്രസ് വീണ്ടും പിളരുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് കേരള കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അല്ലല്ല മാർഷലേ, ഇത് വ്യക്തിപരമായി വളരും തോറും പിളരും. അല്ല, ആ വളരും തോറും പിളർന്നത് കെ മാണി പണ്ട് പറഞ്ഞു, വളരും തോറും പിളർന്നത് പാർട്ടിയെ വളർത്തില്ല. പക്ഷെ അത് തെറ്റാണെന്ന് അല്ല, അത് തെറ്റാണെന്ന് കേരള കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പി.സി. ജോർജ് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇടതുമുന്നണിയുടെ 3 ജാഥകളില് വളരെ സജീവമായ ജാഥയായിട്ട് മധ്യമേഖല ജാഥ. അത് പറയുമ്പോൾ ഓർക്കണം, മധ്യമേഖല ജാഥ ജോസ് കെ മാണി നയിക്കില്ലാന്ന് അച്ചു നിരത്തി ഫ്ലാഷ് കൊടുത്തതാണ്. ജോസ് കെ മാണി നയിക്കില്ല. അല്ല, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വരില്ല. മാർഷലേ, ഞാൻ 2 കാര്യം ചോദിക്കട്ടെ. ഈ വീണ്ടും ആവർത്തിച്ച് റോഷി പറയുമ്പോൾ ജോസ് കെ മാണി ഈ മത്സരത്തിന്റെ കാര്യത്തിൽ, പാലയിലെ മത്സരത്തിന്റെ കാര്യത്തിൽ കമ്മിറ്റ് ചെയ്യാത്ത എന്താണ്? ഇത് ചെയർമാൻ എന്ന് പറയുന്ന പ്രമേഷ് പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു ആത്മവിശ്വാസക്കുറവാണ് ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടത്. അതിനകത്ത് പാലാ സീറ്റ് നമുക്കൊന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ KM മാണി അവസാന സമയത്ത് പാലയിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 4000 വോട്ടായിരുന്നു. അവിടെയാണ് അത് ഈ മണ്ഡല പുനർനിർണയത്തിന് തൊട്ട് ശേഷമുള്ള 4000-ആയിട്ട് മാറി. 4500 പല രീതിയിൽ മാറിപ്പോയി, പലതും പോയി. 4500 വോട്ടിന് KM മാണി അവിടെ വിജയിക്കുകയാണ്. അപ്പോൾ ആ പഴയ ഗരിമ അങ്ങ് മാറുന്നു. മണ്ഡലം ഉണ്ടായ കാലം മുതൽ KM മാണി ആ മണ്ഡലത്തിന്റെ കുത്തകയിൽ ഇരുന്ന ആള് 4500 വോട്ടിനാണ്. അവിടെ വീണ്ടും രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെറും 1900 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത് മാണി സി കാപ്പൻ. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ്. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ നോക്കേണ്ട ഒരൊറ്റ പോയിന്റ്, അപ്പോഴെല്ലാം UDF-ന്റെ കൂടാണ് നിൽക്കുന്നത്. രണ്ടാമത് ഇദ്ദേഹം ജയിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 15000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അവിടെ BJP-യുടെ വോട്ടൊന്ന് പരിശോധിക്കണം. ഏറ്റവും ഒടുവിൽ മത്സരിച്ച ജയപ്രമീള ദേവിയുടെ വോട്ട് എന്ന് പറയുന്നത് 10000 വോട്ടാണ്. എന്നാൽ 24000 വോട്ട് അതിന് മുമ്പുള്ള സമയങ്ങളിൽ പിടിച്ച പാർട്ടിയാണ് BJP. ഹരി ഞാൻ പറഞ്ഞെടുത്തിക്കോട്ടെ, കോട്ടയത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഹരി മത്സരിക്കുന്ന സമയത്ത് 24000-ഓളം വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ആളും പിടിച്ചിട്ടുണ്ട്. ഇവിടുന്നെല്ലാം വന്ന വോട്ടുകളാണ്. ഏറ്റവും അവസാനം ഈ 10000 വോട്ടായി കുറയുമ്പോൾ 14000 വോട്ട് കാണാനില്ല. എന്നാൽ ഇത്തവണ അവിടെ മത്സരിക്കാൻ പോകുന്നത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് അവിടെ മത്സരിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാകുന്ന മാണി സി കാപ്പനാണ്. ഞാൻ പാലാ എന്ന സീറ്റിനെ നോക്കി കാണുന്നത്. അല്ല, അത് ഷോണിന് പോകും. പക്ഷേ വേറെ കാര്യം ഉണ്ണി മാർഷൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ LDF-ന് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മാർഷൽ പറയുന്നത്. അപ്പോ ചെയർമാൻ എന്തുകൊണ്ട് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തൂടെ? അതെ, അത് നേരത്തെ പറഞ്ഞോലെ, അത് നേരത്തെ പറഞ്ഞപ്പോ ഇപ്പൊ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാൻ പറ്റും. മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് വാർത്ത കൊടുക്കാണ്. സത്യം കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പറ. ഞാൻ പറഞ്ഞോട്ടെ പറയുന്നത് ആ പാർട്ടിക്ക് സ്റ്റീറിംഗ് കമ്മിറ്റി ഇല്ലേ? ഒരു പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. എല്ലാം എന്തൊക്കെ പറഞ്ഞാലും പ്രസിഡന്റ് സണ്ണി ജോസഫ് ഞാൻ മത്സരിക്കും പേരാവൂരെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? എന്താ പറയാ? അങ്ങനെ പറഞ്ഞ ഒരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. ആ രാജീവ് ചന്ദ്രശേഖർ BJP എന്ന് പറഞ്ഞ ഒരു ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ജോസ് കെ മാണി പറഞ്ഞാൽ എന്താ അവസ്ഥ? ഞാൻ പാലായിൽ മത്സരിക്കും, ഇവൻ ഇടുക്കിയിൽ മത്സരിക്കും, അവൻ കടുത്തുരുത്തി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ പിന്നെ പാർട്ടി ഒരു കാര്യം കൂടെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതൊരു തർക്ക വിഷയമാണ്. രണ്ടാമത്തെ പ്രശ്നം, സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് ചെയർമാൻ എന്തിനാ പറയുന്നത്? അതല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് MLA-മാരിൽ ഒരു സംശയം, അയ്യോ എനിക്ക് സീറ്റ് കിട്ടുമോ, എന്നെ ഒഴിവാക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാക്കാനല്ലേ ഉപകരിക്കുള്ളൂ. മാത്രമല്ല അത് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രമോദ് നാരായണന് ഒരു പക്ഷേ സീറ്റ് കൊടുത്തേക്കില്ല എന്നുള്ള സൂചന കൂടി പലരും അതിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ പൂഞ്ഞാറ്, ജോൺ മൈക്കിൾ ചാനാശ്ശേരി, ജയരാജൻ കാഞ്ഞിരപ്പള്ളി, റാന്നിയില് പ്രമോദ് നാരായണൻ, ഇടുക്കിയില് റോഷി അഗസ്റ്റിൻ. ഇവരെല്ലാം സിറ്റിംഗ് MLA-മാരാണ്. ഇവരെല്ലാം പ്രവർത്തനം തുടങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവരുടേതായ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇവരെല്ലാം അവിടെ പ്രവർത്തനം തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അത് പറയണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഷയം വരും. പിന്നെ
പാർട്ടി steering അല്ല, ഇതൊരു പ്രശ്നം ഇത് പ്രവർത്തനം തുടങ്ങാം പക്ഷെ പറയാൻ പാടില്ല. അല്ല, പറയാൻ പാടില്ല. steering എങ്ങനെയാണ്? അതല്ലേ, അതൊരു പാർട്ടിയുടെ രീതിയല്ലേ? സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നിട്ട് അവർ അംഗീകരിക്കണ്ടേ? സിറ്റിംഗ് എം എൽ എമാരുടെ കാര്യത്തിൽ ഇതൊന്നും റോഷിക്ക് തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ ഇതിനകത്ത് സംശയമുണ്ട്. ഒരുപക്ഷെ പ്രമോദ് നാരായണനെ ഒഴിവാക്കിയേക്കാം എന്നുള്ള ഒരു ചർച്ച പാർട്ടിക്കകത്ത് നടക്കുന്നില്ല. ഇപ്പൊ ഈ പ്രദർശനം പറയും സ്റ്റിയറിംഗ് കമ്മിറ്റി അത് റോഷിക്ക് അറിയില്ല. ആര്യ അതിലങ്ങനെയല്ല. ആര്യ അതല്ല 13 സീറ്റ് ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. ആ 13 സീറ്റും ലഭിക്കുന്ന മുറയ്ക്കാണ് ആ 13 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് ഒരു പാർട്ടി തീരുമാനിക്കുക. അതിനു മുമ്പേ തൂക്കിൽ കയറി വെടിവെക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ഇത് റോഷിക്ക് അറിയില്ലെന്ന് ചോദിച്ചാൽ, റോഷി അവിടെ പത്രക്കാലം ഇരുന്ന സമയത്ത് ചെയർമാൻ മത്സരിക്കില്ലേ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് ചെയർമാൻ മത്സരിക്കും പാലയിൽ മത്സരിക്കും. ഏതായാലും ഒരുപക്ഷെ കേരള കോൺഗ്രസിൽ ഇത് സജീവമായ ചർച്ച നൽകിയിട്ടുണ്ടാകാം, ചർച്ച നടക്കുന്നുണ്ടാകാം.